ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ മനോഹറിനെ കുറിച്ച് രാഹുൽ പറയേണ്ട, ഇവൻ മിടുക്കന മോളെ, ദേ നിന്റെ സംസാരശേഷിക്ക് ഇവൻ റെഡി ആയിക്കോളും എന്ന് പറയാണ്. അതിനുശേഷം മനോഹർ പറയേണ്ട, അതെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് രണ്ട് കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഒന്ന് അച്ഛന്റെ ഈ ഒരു അവസ്ഥ മാറ്റണം, രണ്ടാമത് മോൾക്ക് സംസാരശേഷി. ആ സമയത്ത് നമ്മുടെ വന്ദനയുടെ അച്ഛൻ പറയണ്ട്, ഇവളെ ഒരുപാട് ഹോസ്പിറ്റലൊക്കെ കാണിച്ചതാണ്, എവിടെയും പോയിട്ട് ശരിയായില്ല, അതൊക്കെ നമുക്ക് ശരിയാക്കാന്നേ എന്ന് പറയാണ്. രാഹുൽ പറയണ്ട്, അതെ അതെ ഇവൻ വിചാരിച്ച എല്ലാം നടക്കും, ഏത് ഡോക്ടർ വേണമെങ്കിലും പോയി കാണും, എങ്ങനെയെങ്കിലും അവൻ കാര്യം സാധിച്ചിരിക്കും എന്ന് രാഹുൽ പറയാണ്. ശേഷം രാഹുൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അതെ അതൊരു പെൺ ഡോക്ടർ ആണെങ്കിൽ ഇവൻ അതിനെ കെട്ടുകയും ചെയ്യും എന്നിങ്ങനെ വിചാരിക്കുകയാണ്. നിങ്ങളൊക്കെ ഇവിടെ തന്നെ നിൽക്കാതെ താഴത്തേക്ക് വാ, ആന്റി ചായ ഉണ്ടാക്കി വെച്ചിരിക്കുക, ചായ ചൂടാറും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിളിച്ചോണ്ട് താഴത്തേക്ക് പോവാട്ടോ നമ്മുടെ മനോഹർ. അതിനുശേഷം എല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഷാരി ഇങ്ങനെ പറയുന്നുണ്ട്, എന്ത് പറയാനാ, മോന് ഒരുപാട് സമ്പാദ്യമുണ്ട്, 500 കോടി സ്വത്തുക്കളുള്ള ആൾക്കാരെ ഇവര്, എന്ത് പറയാനാ, ഏട്ടനും എടുത്ത് ഇങ്ങനെ കിടന്നപ്പോഴേക്കും എല്ലാം കൂടെ പോയി എന്ന് പറയുമ്പോഴേക്കും ഇപ്പൊ അതൊന്നും നോക്കി നടത്താൻ പിന്നെ മോനുണ്ടല്ലോ, ജീവമോനുണ്ടല്ലോ എന്നൊക്കെ ഷാരി പറയാണ്. അല്ല ശരിക്കും പറയുന്നത് എന്താ മോനെ സംഭവിച്ചത് എന്ന് വന്ദനയുടെ അച്ഛൻ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ മനോഹർ പറഞ്ഞു, ഒന്നും പറയണ്ട, അച്ഛൻ ഒരുപാട് കോടീശ്വരനാണല്ലോ, അപ്പൊ ബോംബെയിലും മുംബൈയിലൊക്കെ അച്ഛൻ ഒരുപാട് ശത്രുക്കളുണ്ട്, സത്യം പറഞ്ഞ ശത്രുക്കൾ ആരെങ്കിലും ഇത് ചെയ്തതാണെന്ന് പറയാൻ സംശയം ഞങ്ങൾക്കുണ്ട് എന്ന് പറയാണ്. ഷാരി എടുത്ത വൈക്ക് പറയണ്ട്, അതെ അതെ ശത്രുക്കൾ ചെയ്തോണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് പറയാണ്. ആ സമയത്ത് നമ്മുടെ വന്ദയുടെ അച്ഛനും പറഞ്ഞു, എന്ത് ചെയ്യാനാ, മോൻ ഒരു കാര്യം ചെയ്യും, കല്യാണം കേട്ട് മോൻ അച്ഛനും അമ്മേനെയും കൂട്ടിക്കൊണ്ട് ഇവിടെ വന്ന് നിൽക്ക്, ഞങ്ങളെല്ലാരും ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയാണ്. അതിനെ കുറിച്ചൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട് എന്ന് പറയാണ്. ശേഷം നമ്മുടെ വന്ദയുടെ അച്ഛൻ ചോദിക്കണല്ല, മോന്റെ തറവാടൊക്കെ എവിടെയാന്ന് ചോദിക്കുമ്പോ, തറവാടൊക്കെ ഇവിടെ തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടെ ദൂരെയാണ്, ഞങ്ങൾക്ക് അവിടെ വരെ എപ്പോഴും പോകാൻ പറ്റാറില്ല, തറവാടിന്റെ അവസ്ഥയൊക്കെ വളരെ മോശമാണ്, അതെങ്ങനെ വിറ്റ് എവിടെയെങ്കിലൊക്കെ വിറ്റ് കളഞ്ഞാലെന്ന് വരെ ആലോചിക്കുകയാണ് എന്ന് പറയുമ്പോ വന്ദനയുടെ അച്ഛൻ പറഞ്ഞു, അയ്യോ മോനെ തറവാടൊന്നും വിൽക്കരുത് കേട്ടോ, അതൊന്നും ഒരിക്കലും വിൽക്കാൻ പാടില്ല, അതൊക്കെ മെയിൻറ്റെയിൻസ് ചെയ്ത് നമ്മൾ സൂക്ഷിക്കേണ്ട ഒന്നാണ്, നമ്മുടെ പഴയ ഓർമ്മകളല്ല അതൊക്കെ. അതെ സത്യം പറഞ്ഞാൽ എന്റെ അച്ഛന്റെ അമ്മയുടെ കാര്യം ആർത്തും പറയാത്തതിന് കാര്യം എന്റെ അച്ഛനും അമ്മയും ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണെന്ന് ആർത്തും പറയാൻ തന്നെ എനിക്ക് താല്പര്യമില്ല, അത്രക്കും മനസ്സിനെ വിഷമമുണ്ടേ എന്നൊക്കെ മനോഹർ പറയാണ്. അപ്പോഴേക്കും വന്ദനയുടെ അമ്മ പറയണ്ട്, മോനെ മോൻ വിഷമിക്കൊന്നും വേണ്ടേ, എല്ലാം ശരിയാവും, മോന്റെ അച്ഛനെ കണ്ടാൽ അറിയാം എന്തൊരു ആരോഗ്യം തണ്ടും തടിയാണ് എന്ന് പറയുമ്പോഴേക്കും ഷാരി പറയണ്ട, അയ്യോ തണ്ടും തടിയും മാത്രല്ല നല്ല ബുദ്ധിയും ഉണ്ട് എന്ന് പറയാണ്. അങ്ങനെ കിടക്കണ കണ്ടപ്പോ ആകെ വിഷമമായി പോയി എന്ന് പറയുന്നുണ്ട്. എന്ത് പറയാനാ, പറഞ്ഞില്ലേ ഏട്ടനും എടുത്തേക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്, ഒരുപാട് പണമൊക്കെ ഉള്ളത് കൊണ്ടിട്ടെ ശത്രുക്കളിൽ ആരെങ്കിലും ചെയ്തതായിരിക്കും തോന്നണത് എന്ന് പറയാണ്. എന്തായാലും കല്യാണത്തിന് ഞങ്ങൾ അധികം ആരെയും വിളിക്കുന്നില്ല കേട്ടോ എന്ന് മനോഹർ പറയാണ്. വേറൊന്നുമല്ല, ഇനിയിപ്പോ അച്ഛനും അമ്മയും തളർന്നു കിടക്കുന്ന സമയത്ത് ഞാൻ കല്യാണം അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു എന്നൊക്കെ നാട്ടുകാർ പറയണ്ടല്ലോ എന്ന് പറയുമ്പോ വന്ദനയുടെ അച്ഛൻ പറയുന്നുണ്ട്, അത് മോൻ പറഞ്ഞു ശരിയാട്ടോ, ഞങ്ങളും അധികം പേരൊന്നും വിളിക്കുന്നില്ല, കുറച്ചു പേര് മാത്രമേ വിളിക്കുന്നുള്ളൂ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് വേറെ റിസപ്ഷനായിട്ട് ഞങ്ങൾക്ക് വെക്കാലോ, ഇവിടെ എല്ലാം ബോംബെയിലോ എവിടെയാന്ന് വെച്ചാൽ മോന് ഇഷ്ടപ്പെട്ട ദുബായിലോ എവിടെ വെച്ചാൽ നമുക്ക് വെക്കാലോ എന്ന് പറയണ, അതങ്ങനെ മതി, അങ്ങനെ തന്നെ മതി എന്റെ ഒരു ആഗ്രഹം അങ്ങളെ, അപ്പൊ അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, നമുക്ക് റിസപ്ഷനും കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങോട്ട് ചെയ്യാം എന്ന് പറയാണ്. എങ്കിലങ്ങനെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ എന്ന് പറയണ. അയ്യോ നിങ്ങളൊന്നും കഴിച്ചിട്ട് പോലും ഇല്ലല്ലോ എന്ന് ഷാരി പറയുമ്പോഴേക്കും വന്ദനയുടെ അച്ഛൻ പറയുന്നുണ്ട്, ഞങ്ങൾ കഴിച്ചിട്ടില്ലെന്നേ, ജീവമോൻ എത്ര പ്രാവശ്യം വീട്ടിൽ വന്നേക്കണെന്ന് അറിയാവോ, ഒരു പ്രാവശ്യം പോലും ഊണ് കഴിച്ചിട്ടില്ല എന്ന് പറയാണ്. കല്യാണം കഴിഞ്ഞിട്ടേ ഊണ് കഴിക്കുള്ളൂ എന്ന ജീവമോൻ പറയണത്. അവൻ അങ്ങനെയാണ്, മോഡേൺ ആയിട്ടുള്ള ചിന്താഗതിയും കാര്യങ്ങളൊന്നും അവനില്ല, എല്ലാം നാട്ടുമ്പുറത്തുകാരുടെ സ്വഭാവമാണ്. അപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ ഒന്നും കഴിക്കുന്നില്ലെന്നാണോ? അതെ, ഏതായാലും കല്യാണം കണ്ട് വിശദമായിട്ട് കഴിക്കാൻ ഷാരി, ഞാൻ കാര്യമായിട്ട് തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നു എന്ന് ഷാരി പറയുമ്പോ, അതൊക്കെ നമുക്ക് പിന്നീട് കഴിക്കാലോ, നല്ല വിശദമായിട്ട് തന്നെ കഴിക്കാൻ വേണ്ടി ഞങ്ങളൊരു ദിവസം ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് കല്യാണം കഴിഞ്ഞിട്ട്, ആയിക്കോട്ടെ, അന്ന് ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ ഉണ്ടോ, ആയിക്കോട്ടെ എന്നൊക്കെ പറയാണ്. ശേഷം അവരെല്ലാരും കൂടി അവിടെ നിന്ന് അങ്ങോട്ട് പോകാനായിട്ട് നിക്കുവാട്ടോ. സാരിയാണെങ്കിൽ ഒരു റെസ്റ്റോറന്റിന്റെ മുമ്പിൽ ഇങ്ങനെ കാത്തു കെട്ടി കിടക്കാണ്. ശേഷം വരുണിന്റെ അച്ഛനും അമ്മയും വന്ദനയൊക്കെ കൂടിയിട്ട് കാറിൽ കയറി പോകാൻ പോകുമ്പോഴേക്കും വന്ദനയുടെ അമ്മ ചോദിക്കേണ്ടല്ല, ഇനി ശാരിക എപ്പോഴാ അങ്ങോട്ടേക്ക് വരുന്നത്, വരാന്നേ, ഒരു ദിവസം അങ്ങോട്ടേക്ക് ഇറങ്ങാം എന്ന് പറയാണ്. ശരിയെങ്കിൽ ഞങ്ങൾ പോയിട്ട് വരാം, അല്ല അയൽ വീട്ടുകാരൊക്കെ നല്ല സഹകരണം ഉള്ളവരാണോ എന്ന് വന്ദനയുടെ അമ്മ ചോദിക്കുമ്പോഴേക്കും ഒരു സഹകരണവും ഇല്ല, ഇവിടെ ഒന്ന് നിലവിളിച്ചാൽ പോലും അയൽക്കാർ വന്ന് നോക്കില്ല. ഒരു കണക്കിന് അതാ നല്ലത്, നമ്മൾ ആരുടെ ഒരു സഹകരണത്തിന് വേണ്ട, നമ്മൾ ഈ വീടും പൂട്ടി അകത്ത് ടിവിയും കണ്ട് മൊബൈലും കണ്ട് അങ്ങനെ ഇരിക്കണേ നല്ലത്, അതുകൊണ്ടിപ്പോ അതിലൊക്കെ പൊക്കിയല്ലേ ആൾക്കാർ പണിയണത്. അതെ എന്നൊക്കെ പറയാണ്. എങ്കിൽ ശരി ഷാരി ഒരു ദിവസം അങ്ങോട്ടേക്ക് ഇറങ്ങ എന്ന് പറഞ്ഞിട്ട് അവരെല്ലാരും കൂടി പുറപ്പെടുവാട്ടോ. അങ്ങനെ അവർ പുറപ്പെട്ടൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ ഷാരി പറഞ്ഞ, ഇവിടെ എന്തോരം നുണയാടാ നീ എന്നെ കൊണ്ട് പറയിപ്പിക്കണത്, പറയണം, ഞാൻ പറയണ പോലെ ചെയ്യണം, 2 കോടിയാണ് നിങ്ങളുടെ ഭർത്താവ് തരാന്ന് പറഞ്ഞ എന്നെ പറ്റിച്ചത്, അപ്പൊ നിങ്ങൾ ഇതുപോലെയൊക്കെ അനുഭവിക്കണം, എടാ എന്റെ മോള് നിന്നെയും കാത്ത് ഏതോ റെസ്റ്റോറന്റിൽ പോയി നിൽക്കുവാണ്,
അവൾ എന്നെയും കാത്തു നിൽക്കട്ടെ, അതിന് നിങ്ങൾക്ക് എന്താ? വൃക്ഷമൊന്നുമല്ലോ നിന്ന് നിപ്പിന് വേരോക്കാനായിട്ടൊന്നും, മനുഷ്യ സ്ത്രീ അല്ലേ, അവളവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മനോഹർ പറയുമ്പോഴേക്കും എടാ പോയി നോക്കടാ, എന്റെ മോൾ അവിടെ നിന്നെയും കാത്തിരിക്കുകയാണ്. ഓ കുന്തം പോയല്ലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹർ വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോവുക കേട്ടോ. ശേഷം കിരൺ കല്യാണത്തിന് പറയണ്ട ബന്ധുക്കളൊക്കെ അവരൊക്കെ പോയെന്ന് തോന്നുന്നു, പോയിട്ടുണ്ടാവുമായിരിക്കും എന്നിങ്ങനെ പറയാണ്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനോഹർ നേരെ പോണത് സരിയുടെ അടുത്തേക്ക് കേട്ടോ. സരിയു ആണെങ്കിൽ കാത്ത് നിന്ന് മടുത്തിരിക്കുകയാണ്. വേഗം തന്നെ മനോഹർ വണ്ടിയായിട്ട് സരിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് എന്താ മനുവേട്ടത്, എത്ര പ്രാവശ്യം ഫോണിലേക്ക് വിളിക്കണത്, ആകെ പേടിച്ചു പോയല്ലോ ഞാൻ എന്ന് പറയാണ്. മോള് ഒന്നും പറയണ്ട, ഫോൺ ഓഫായി പോയി, ഇന്നലെ രാത്രി ചാർജ് ചെയ്യാൻ കുത്തിയിട്ടതാ, പക്ഷെ ചാർജ് കേറിയില്ലെന്ന് തോന്നുന്നു, ഫോൺ ഓഫായി പോയി എന്ന് പറയാണ്. ഒന്നും പറയണ്ട മോളു, നോക്ക് ആ മീറ്റിംഗ് എന്ന് പറഞ്ഞത് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഞങ്ങളുടെ മാനേജർ വരുന്ന മീറ്റിംഗ് ആയിരുന്നു. ഒന്നും പറയണ്ട, 1-2 മണിക്കൂറിന്റെ മീറ്റിംഗ് ആയിരുന്നു, അവിടെ എങ്ങനെയൊക്കെ കടിച്ചു പിടിച്ച് നിന്ന് വേഗം മോളുടെ അടുത്ത് വരുമായിരുന്നു എന്ന് പറയാണ്. എന്നാലും മോനുവേട്ടനെ ഒന്ന് വിളിച്ചെങ്കിലും പറഞ്ഞൂടെ, മോളു ഞാൻ പറഞ്ഞില്ലേ ഫോൺ ഓഫായി പോയായിരുന്നു, പിന്നെ ഫോൺ ഓൺ ആക്കാനൊന്നും അയാൾ സമ്മതിക്കില്ല. അപ്പൊ ഫോൺ ഓഫാക്കി വെച്ചതാണല്ലേ, എല്ലാം മോള് ഫോണിന് ചാർജും ഉണ്ടായിരുന്നില്ല, അഥവാ ഓൺ ആണെങ്കിൽ എടുക്കാൻ അയാൾ സമ്മതിക്കില്ലെന്ന് ഞാൻ പറഞ്ഞത്. എന്നാലും ഇത് കുറച്ച് കൂടി പോയിട്ടോ, മനുവേട്ടനെ വേറെ ആരെങ്കിലും ഫോണിൽ നിന്നെങ്കിലും എന്നെ വിളിച്ചൂടായിരുന്നോ, എന്റെ നമ്പറൊക്കെ മനുവേട്ടനെ കാണാൻ പാടല്ലേ. അതൊക്കെ ശരിയാണ് മോളു, പക്ഷെ എനിക്ക് വിളിക്കാൻ പറ്റുന്ന സാഹചര്യം അല്ലായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ 200 സ്പീഡിലാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അത് ഞാൻ കണ്ടായിരുന്നു, മനുവേട്ടൻ സ്പീഡിൽ വരുന്നത്. നോക്ക് ഞാൻ എത്ര ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല, സ്പീഡിലൊന്നും വരാൻ നിൽക്കല്ലേ, ആരോഗ്യം കളയിട്ട് ഒരു കാര്യത്തിന് മനുവേട്ടൻ നിൽക്കരുത്. എന്റെ മോൾ ഇവിടെ എന്നെ കാത്ത് നിൽക്കണേന്ന് ആലോചിച്ചിട്ട് ഞാൻ സ്പീഡിൽ അങ്ങനെ വന്നു പോയതാ. അപ്പൊ ആക്സിലേറ്ററിന് കാലെടുക്കാൻ മറന്നുപോയി. ഇനിയിപ്പോ മനുവേട്ടന് ഒരിക്കലും ഇങ്ങനെ സ്പീഡിലൊന്നും വരരുത് കേട്ടോ, മനുവേട്ടൻ സ്പീഡ് ഞാൻ കണ്ടായിരുന്നു, ഞാൻ തന്നെ പേടിച്ചു പോയി എന്നൊക്കെ സരിയു പറയാണ്. മോളുടെ പരിഭവം എന്തായാലും മാറ്റാം, നമുക്ക് ഈ റെസ്റ്റോറന്റിൽ തന്നെ കയറാം എന്ന് പറഞ്ഞിട്ട് അവർ ആ റെസ്റ്റോറന്റിൽ കയറാണ്. ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. മനുവിനോട് സരിയു പറയണ്ട, മനുവേട്ട എന്റെ സ്വർണ്ണാഭരണങ്ങളൊക്കെ എങ്ങനെയെങ്കിലൊക്കെ വിറ്റിട്ട് പൈസ ആക്കിയിട്ട് മനുവേട്ടന്റെ അക്കൗണ്ടിലേക്ക് ഇടാൻ വേണ്ടി പറഞ്ഞല്ലേ. 5-6-7 കോടിയുടെ ബിസിനസ് ഒക്കെ ഡീൽ ചെയ്യണ ആളല്ലേ, എന്റെ നക്കാപ്പിച്ച വേണ്ടായിരിക്കും അല്ലെ എന്റെ മോള്. അങ്ങനെയല്ല, അതൊക്കെ നമുക്ക് പിന്നീട് ചെയ്യാന്ന്, ഇനി എപ്പ ചെയ്യാന്നാ, നമ്മൾ അടുത്ത മാസം അമേരിക്ക പോവാന്ന് വിചാരിച്ചിരിക്കണല്ലേ, ഈ സ്വർണ്ണമൊക്കെ ഇവിടെ വെച്ചിട്ട് എന്തിനാ, അതുകൊണ്ട് മനുവേട്ടൻ എത്രയും പെട്ടെന്ന് അതൊക്കെ പൈസ ആക്കിയിട്ട് മനുവേട്ടന്റെ അക്കൗണ്ടിലിട്. കുറച്ചു ദിവസം മുമ്പ് ഞാൻ 2-3 ചെക്കൊക്കെ തന്നിരുന്നു, അതൊക്കെ മാറി. സമാധാനേ, ഇനിയും കുറച്ച് ചെക്കുകൾ ഞാൻ തരുന്നുണ്ട് മനുവേട്ടന് എന്ന് പറയാണ്. എന്റെ മോളു നീ എത്ര വേണമെങ്കിലും തന്നു, ഒരു കുഴപ്പമില്ല, നമ്മുടെ പണമല്ലേ എന്നൊക്കെ പറയാണ്. മനുവിന് സന്തോഷിക്കാണ്. അങ്ങനെ ചെക്കൊക്കെ വരട്ടെ, കല്യാണത്തിന് ഒരുപാട് ആവശ്യമുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ മനു കുറച്ച് ഐസ്ക്രീം എടുത്ത് സരിയുവിന്റെ വായിൽ വെച്ചു കൊടുക്കുകയാണ്. സരിയു മനോഹറിനും ഐസ്ക്രീം കൊടുക്കുന്നുണ്ട്. ശേഷം മനോഹർ പറയണ്ടേ, എന്തായാലും മോളുടെ അച്ഛനും അമ്മക്കും ഒരു 5 കോടി രൂപ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുക, അവര് സന്തോഷിക്കട്ടെ. 5 കോടി ഇട്ട് കൊടുക്കണ്ട, ഒരു 50 ലക്ഷം ഇട്ട് കൊടുത്താൽ മതി, ആ സന്തോഷമൊക്കെ മതി. മോളു അവർക്ക് അസുഖമൊക്കെ വരില്ലേ, പ്രായമായി വരുമല്ലേ, അവര് ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് 5 ലക്ഷം 50 ലക്ഷം മാത്രം മനുവേട്ടൻ കൊടുത്താൽ മതി. അങ്ങനെയെങ്കിൽ അങ്ങനെ, നമുക്ക് എത്രയും പെട്ടെന്ന് അമേരിക്കയിലേക്ക് പോണം മോള്, എത്രയും പെട്ടെന്ന് പോവാൻ മനുവേട്ട എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു സന്തോഷത്തിൽ ഭക്ഷണമൊക്കെ കഴിച്ചോട്ടെ നിൽക്കുക കേട്ടോ. ശേഷം നമ്മുടെ കല്യാണി വരുണിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. വരുണിന്റെ അച്ഛനമ്മയും പറയാണ്, നിങ്ങളുടെ പിള്ളേരൊരു കാര്യം അഭിനയിക്കാൻ പറഞ്ഞു, ഞങ്ങൾ അഭിനയിച്ചു, എന്നാൽ അവന്റെ തൊലിക്കെട്ടി സമ്മതിക്കണം, ഇപ്പോഴുള്ള ഭാര്യയുടെ അച്ഛനും അമ്മേനെ വെച്ചിട്ടല്ലേ അഭിനയിക്കണത്, അവൻ അങ്ങനെ ഒരുത്തരാ എന്ന് പറയാണ്. അതെ കല്യാണി ചേച്ചി, എനിക്കൊന്ന് കിരണേട്ടനെ കാണണമെന്നുണ്ട്, ഞാൻ ചേച്ചിയുടെ കൂടെ വരട്ടെ, അതിനെന്താ വന്നോ എന്ന് പറയാണ്. അല്ല ഇവൻ വന്നാൽ ശരിയാവോ, അപ്പുറത്ത് മനോഹർ അങ്ങനെ കണ്ട റിസ്ക് അല്ലേ മോളെ, അവനെന്തായാലും സരിയുടെ കൂടെ പോയിരിക്കല്ലേ, പെട്ടെന്നൊന്നും വരില്ലായിരിക്കും, എങ്കിലും കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവില്ലേ, അവന് സംശയം വന്നു കഴിഞ്ഞാൽ പിന്നെ നാടകം തന്നെ പൊളിഞ്ഞു പോകും. കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാം, എന്നാൽ ഞാൻ പെട്ടെന്ന് ഡ്രസ്സ് മാറിയിട്ട് വരാവേ എന്ന് പറഞ്ഞിട്ട് വരുൺ അകത്തേക്ക് കയറി പോട്ടെ പെണ്ണിന്റെ വേഷം ഇടാനായിട്ട്. അങ്ങനെ നമ്മുടെ കല്യാണി വരുണിനെയും കൂട്ടിക്കൊണ്ട് കിരണിനെ കാണാൻ വേണ്ടി വരുന്ന ഭാഗത്തോട് കൂട്ടിട്ട് എപ്പിസോഡ് തീരുന്നത്. എന്തായാലും മിക്കവാറും മനോഹർ അത് കാണാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന് എടുത്തെടുത്ത് പറയില്ലായിരുന്നു മനോഹർ കാണോ എന്നൊരു പേടി, എടുത്തെടുത്ത് അവർ പറയില്ലായിരുന്നു. എന്തായാലും നാളെ മനോഹർ കണ്ടുകഴിഞ്ഞാൽ അവിടെ വലിയൊരു സീൻ ഉണ്ടാവുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തായാലും നാളത്തെ എപ്പിസോഡ് അടിപൊളി എപ്പിസോഡായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.